ഇവിടെയൊക്കെ കാണണമെന്നുണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. ട്രെയിന് 5-6 മണിക്കൂർ ലേറ്റാണ്. ഞങ്ങളൊരു 5 മണിക്കൂർ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ട്രെയിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ വന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ റീസ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നു രാവിലെ 11 മണിക്ക്. ഞങ്ങൾക്ക് അവിടുന്ന് 2 കൂട്ടുകാരെ കിട്ടി. ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, നമുക്ക് ടാക്സി പോവാം, 4 പേർക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അവരധികം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ടാക്സി പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ ബാഗൊക്കെ നോക്കിയാളാന്ന് പറഞ്ഞാൽ ബാഗ് ഇവിടെ വെച്ചിട്ട് അവർ ടാക്സി നോക്കാൻ പോയിട്ട് അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. 6,000 ഈസ് ഓൾസോ ഫൈൻ. അടുത്തൊരു അപ്ഡേറ്റ്, ഓല ഒക്കെ ക്യാൻസലാകും. ഓല യൂബർ എല്ലാം ക്യാൻസലാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ ഉള്ള അൻകിത്തിൻ്റെ കാറ് ബ്ലോക്കിൽ പെട്ടതുകൊണ്ടാണ് പുള്ളി ട്രെയിനിൽ പോകാനിരുന്നത്. അപ്പോൾ ബ്ലോക്കൊക്കെ ഒരുമാതിരി ഒഴിവായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു യൂബർ വിളിച്ച് പുള്ളിയുടെ വീട്ടിലോട്ട് പോകാം. ബനാറസിലാണ്. ബനാറസിൽ ചെന്നിട്ട് പുള്ളിയുടെ കാറിൽ ഞങ്ങളങ്ങ് പോവാം. ഓരോ മിസ്ഹാപ്പനിങ് നടക്കുന്ന അടുത്തൊരു ബെറ്റർ ഒരു സംഭവത്തിന് വേണ്ടിയായിട്ട് ആണ് വരുന്നത്. ഇപ്പം കൂടുതൽ കംഫർട്ട് കൂടി വരുവാണ് ഡിസ്കംഫർട്ടിൽ നിന്ന്. നമ്മളിപ്പോൾ അൻകിത്തിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. തമ്പിച്ചേട്ടൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബിസിയിലാണ്. ഞങ്ങൾ അൻകിത്തിൻ്റെ കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോരഖ്പൂർ. അപ്പോൾ അൻകിത്തിൻ്റെ വണ്ടിയും ഫോർഡ് എക്കോസ്പോർട്ടാണ്. ഞാനിപ്പോൾ നേരെ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് ഇച്ചിരി പാട്ടൊക്കെ പ്ലേ ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. ഞങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഇനി കാര്യങ്ങൾ പറയും. ഈസ് ഇറ്റ് അൻകിത്? Should I speak in English in vlog? Yes. So that you can also show this video to someone else, your friends or family, yes. when I post, right? Yes. Now, always I will be speaking in English inside the video. So, Ankit and friends and his family should understand what we are saying. കച്ചിയൊക്കെ ആയിട്ട് ആരോ വരുന്നുണ്ടോ? അവിടെ കുറച്ച് എരുമയൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങൾ റോഡിൻ്റെ നടുക്ക് നിർത്തി ഇവിടെ നദിയുടെ സൈഡിൽ ഇറങ്ങിയാണ്. ഈ നദിയുടെ പേരാ രാധി എന്ന് പറഞ്ഞാൽ. നല്ല വീതിയുണ്ട് നദിക്ക്. അവർ പറഞ്ഞത് 2 കിലോമീറ്റർ ഉണ്ടെന്നാണ്. സ്ഥലമൊക്കെ കാണിച്ചുതരാം. It's really nice place. This terrain is really different from that we see in Kerala. I think if you get a chance, you should come to UP, Nepal, Gorakhpur and these places. You will enjoy these places and also the people here. They are really caring and we are again starting our journey. Ready? 1, 2, 3. തമ്പിച്ചേട്ടൻ സൂപ്പർ ഉറക്കമാണ്. ഉറങ്ങട്ടെ പുള്ളി. और रोटी 10 का है ना? एक काम करो. ഞങ്ങൾ ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ചായ കുടിക്കാനും കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലത്ത് വന്നു. ഞങ്ങൾ ഗോരഖ്പൂർ അമ്പലങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അമ്പലങ്ങൾ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റും പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടു.
അങ്കിതിൻ്റെ ഫ്രണ്ടും എല്ലാം ഇപ്പം അമ്പലത്തിൽ കയറാൻ പോവാണ്. ഞാനും ക്യാമറ വെച്ചിട്ട് പതുക്കെ അകത്തോട്ട് കയറിട്ടാണ് ഗോരഖ്നാഥ് മന്ദിർ. വെളിയിൽ നിങ്ങൾ കാണിച്ചു തരാം. ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ജസ്റ്റ് ഈ ടെമ്പിളിൻ്റെ ഒരു ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഗോരഖ്നാഥ് മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. എൻ്റെ പരിസരവും അവിടുത്തെ തിരക്കും ഒക്കെയാണ്. ശിവരാത്രി വരെ ഇവിടെ എല്ലാ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മന്ദിർ എന്ന് പറയും. രാവിലെ തന്നെ ഞങ്ങൾ ഗോരഖ്പൂർ വിട്ടു. 6 മണിക്ക് ടാക്സിയിലാണ് ഞങ്ങൾ നേപ്പാളിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊണ്ടയൊക്കെ ഇച്ചിരി ടൈറ്റായിട്ടുണ്ട്, അതിലും കുഴപ്പമില്ല. 5 ദിവസം ഞങ്ങൾ ഈ ടാക്സിയിലാണ് പല സ്ഥലത്തും പോകുന്നത്. പൊക്കാര, കാഠ്മണ്ഡു, അങ്ങനെ വേറെ പല സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതൊരു പോകുമ്പം ജസ്റ്റ് ഇവിടുത്തെ മഞ്ഞൾ സംഭവം കാണിച്ചിട്ട് പോകുന്നത്. മഞ്ഞ കണ്ടോ? അത്ര മഞ്ഞുണ്ട്. ഫ്രണ്ടൊന്നും അത്ര കാണില്ല. വണ്ടി ഇച്ചിരി സ്ലോ ആയിട്ടാണ് ഓടിക്കുന്നത്. ഞങ്ങൾ ചായ കുടിക്കാനൊരു സ്ഥലത്ത് കണ്ടു. ചായ കുടിച്ചിട്ട് യാത്ര തുടരാം. രാവിലെ ജിലേബി കഴിക്കാൻ ആൾക്കാർ കഴിക്കും. ये गाँव का नाम? फरीदा. फरिंदा. आनंद नगर. സ്ഥലത്തിൻ്റെ പേര് കേട്ടല്ലോ, ഫരിന്ദ. भाई हमको जिलेबी दीजिए. ജിലേബി മൈൻഡ് പോലും ചെയ്യുന്നില്ല ജിലേബി ചോദിച്ചിട്ട്. അങ്ങനെ ജിലേബി തമ്പിച്ചേട്ടൻ അടിപിടി ഉണ്ടാക്കി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ മാക്സിമം കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കറു മുറാന്നിരിപ്പുണ്ട്. ക്രിസ്പിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇച്ചിരി കഴിഞ്ഞു കിട്ടണം, പക്ഷേ എന്തോ രസമുണ്ട് കഴിക്കാം. ഉള്ള ഷുഗർ എല്ലാം കൂടെ അടിച്ച് കയറും. ഞങ്ങൾ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സുനോലി എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടുപുറയാണ് നേപ്പാൾ. ഇവിടെ ക്യാമറയ്ക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കില്ല, അതുകൊണ്ട് ക്യാമറ ഒക്കെ എടുത്ത് അകത്ത് തന്നെ വന്നിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നേരെ ഈ ആക്ഷൻ ക്യാമറ പോക്കറ്റിലോട്ടൊക്കെ കിട്ടും. നമ്മളിപ്പോൾ ബോർഡറിലാണ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം പോവാം. ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് നേപ്പാളി റുപ്പി എടുക്കാനും ഒരു സിം കാർഡ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാൻ വേണ്ടിയേ ഇന്ത്യൻ സിംസ് അവിടെ വർക്ക് ചെയ്തതാണ്. അറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും ഒരു സിം കാർഡ് എക്സ്ട്രാ അങ്ങ് എടുത്ത് വെക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ അജയ്. പേപ്പർ റെഡിയാക്കുകയാണ്. ഇതാണ് നേപ്പാളി കറൻസി, നേപ്പാളി റുപ്പി. സ്റ്റെൻ്റെ ഒരു പരുവം കണ്ടോ? 1.6 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടി. 1.6 നല്ല ചെറിയ നോട്ട്, നോട്ടിൻ്റെ ഉണ്ടല്ലോ. നേപ്പാളി കറൻസി കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ലിക്കർ ഷോപ്പുകൾ, അതായത് എല്ലാം ഈ ചെറിയ മാടക്കട പോലെ ഉള്ളിടത്തെല്ലാം ലിക്കറാണ്. ഇതുണ്ടോ, റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. അതായത് മിക്ക റെസ്റ്റോറൻറ്റും ബാർ എന്നുള്ള രീതിയിൽ മാടക്കട പോലെ ഇതിനകത്തും ഫുള്ള് ലിക്കറൊക്കെയാണ്. ഉണ്ടോ, ഇവിടെയും കണ്ടോ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറ. അത് കണ്ടോ ഫുള്ള് ലിക്കർ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ നിർത്തിയ സ്ഥലമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ് പ്ലസ് ബാർ സെറ്റപ്പ്. यही है हमारा ड्राइवर अजय. अजय है ना आपका नाम? जी सर.
നമ്മൾ ലുംബിനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓട്ടോ വിളിച്ച് ഇവിടെ എല്ലാം ചുറ്റിക്കാണുകയാണ്. ലുംബിനിയുടെ പ്രത്യേകത എന്തെന്നാൽ ചേട്ടൻ പറ. ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമാണ്. ആ ജനിച്ച പാലസിലേക്കാണ് ലുംബിനിയിൽ നമ്മൾ പോകുന്നത്. അവിടെ വെളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശനമില്ല. ലോക്കൽ അട്രാക്ഷൻ എടുത്ത് വേണം പോകാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു ഈ ദേശങ്ങൾക്കൂട്ടുള്ള മറ്റുള്ള വാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ മുതൽ മുകളിലോട്ട് നേപ്പാൾ വരെ ഈ ടൈപ്പ് ഓട്ടോ ഉണ്ട്. ചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ കേരളത്തിൽ ഇതില്ലല്ലോ. കേരളത്തിൽ ഇതുകൊണ്ടേ ഓടും. ഓടുകയൊക്കെ ചെയ്യും. നമുക്ക് ഇത് കൊള്ളാം, ലഗേജ് അടിക്കാൻ കൊള്ളാം. നമ്മുടെ സ്വന്തം സ്വകാര്യ ആവശ്യം. മറ്റേ ഗോൾഫ് കാർട്ടിൻ്റെ വലിപ്പമുള്ളൂ. അല്ല, ഗോൾഫ് കാർട്ടിലും ചെറുതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ അത്ര കൊടുവരുമെന്നല്ല. ഒരു അറൗണ്ട് ഒരു 22-24 ഡിഗ്രി സെൽഷ്യസ് അത്ര കാണത്തുള്ളൂ. വെയിലുണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി കംഫർട്ടുണ്ട്. ഇനി പോകെ കാഠ്മണ്ഡു ഒക്കെ എത്തുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചറിലോട്ട് വരും. കൂടുതലല്ല, കുറവ് ടെമ്പറേച്ചർ. അവിടുത്തെ ഫീൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇവരുടെ ഈ സീസൺ, അതായത് ഈ ജനുവരി ഫെബ്രുവരി ടൈമിലുള്ള ഇതായിരിക്കും. ഇതാവില്ല വേറെ ടൈമുകളിലുള്ള ടെമ്പറേച്ചർ. സ്ഥലം ജസ്റ്റ് ഫാമിലിക്കൊക്കെ വരാൻ ഓക്കെ ആയിരിക്കും. വലിയൊരു എനിക്ക് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ ചേട്ടനൊരു സ്പിരിച്വൽ ഇതായതുകൊണ്ട് അല്ല, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ അഡ്വാൻസ് അതല്ല. അശോകസ്തംഭം അതിൻ്റെ 24 ആരക്കാലാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ വെച്ചേക്കുന്നത്. അതൊക്കെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ശ്രീബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്നത് ലോകത്തിന് മറ്റുള്ള ഈ മത നേതാക്കന്മാരെക്കാട്ടി ഇന്ത്യക്കുള്ളൊരു പ്രത്യേകത. ഇത് ഇന്ത്യയായിട്ട് കണക്കൂട്ടുമ്പോൾ മറ്റുള്ളിടത്ത് ദാരിദ്ര്യത്തിൽ ജനിച്ച് ഉന്നതരായ ദൈവങ്ങളോ അല്ലെങ്കിൽ സാങ്കല്പിക പുരുഷന്മാരോ മത നേതാക്കളോ ഉള്ളപ്പം സമ്പന്നനായിട്ട് രാജകുടുംബത്തിൽ ജനിച്ചിട്ടും അതുപേക്ഷിച്ച് ആത്മീയത തേടി ഭിക്ഷാന്തേഹിയായ ശ്രീബുദ്ധൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കൾച്ചറിൻ്റെ വേറൊരു ഭാഗം. ഞങ്ങളൊരു താഴ്വാരം പോലെ ഒരു സ്ഥലം എത്തി. ഇനി അവിടുന്ന് മലയുടെ കയറ്റമാണെന്ന് തോന്നുന്നു. ഈ ടൗണിൻ്റെ സ്ഥലം ഞങ്ങൾക്കറിയില്ല. അപ്പം ഇനി ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കണ്ടോ ഇവിടുത്തെ ടെറൈൻ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഒരു സൈഡിലോട്ട് വലിയ കുഴി പോലെ. അത് കാണിക്കാം. കണ്ടോ കുഴി പോലെ പള്ളം കണ്ടോ ഒരു സൈഡ് ഉള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ആ ഞങ്ങളിവിടെ ഒരു ബ്രേക്കിന് ഇറങ്ങിയതാണ്. നേപ്പാളിൻ്റെ അകത്താണ് നമ്മളുള്ളത്. പൊഖാരയിലോട്ട് പോകണം. പൊഖാര കട്ട പൊടിയാണ് ഇവിടെ, സൂപ്പർ പൊടി. എൻ്റെ വായിക്കകത്തൊക്കെ ഒരു ഇങ്ങനെ പൊടി ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ പൊടിയാണ്. എനിക്ക് നേപ്പാൾ എൻ്റർ ചെയ്തത് മുതൽ നല്ല ജലദോഷവും ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാര്യമായിട്ട് എടുക്കണം. ബുദ്ധിമുട്ടാതെ നമുക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. ഇവിടെയൊക്കെ കാണണമെന്നുണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. എല്ലായിടത്തും ഫ്രണ്ടിൽ കോഴിയെ നോക്കി അവിടെ തന്നെ ഇരുന്നോ. എനിക്കൊന്ന് ഇതിനെ ലൈവായിട്ട് പിടിച്ച് പൊരിച്ചും കരിച്ചൊക്കെ തരുമെന്ന് തോന്നുന്നു. ചായ കുടിക്കാൻ പറ്റിയാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചാൽ ഇതുണ്ടോ പുഴ.
പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്.